months later. വീഡിയോ എവിടാ മൈരേ? With my swagger, hop in that window, I got places to go. People to see, time is precious. I look at my Cartier out of control. Just like my mind where I'm going. സർവോപരി ഒരു കോളേജ് പ്രൊഫസറുമായ ശ്രീമാൻ പച്ചക്കുളം വാസു. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി പോയി. എത്ര ലേറ്റ് ആയി ചോദിച്ചാൽ 1 വർഷം ലേറ്റ് ആയി. ഞാനെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇതിനെപ്പോഴും വിളിക്കും വീഡിയോ ആയില്ല ചോദിച്ചിട്ട്. ഞാൻ ഇന്നിടാം നാളെ ഇടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്ത് അത് ഈ ഒരു ലെവലിലേക്ക് എത്തി. 1 വർഷം എത്തിപ്പോയി. മടിയുണ്ട്, അതുപോലെ വർക്കുണ്ട്, അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് വീഡിയോ കുറച്ച് ലേറ്റ് ആയി പോയി. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് ഇട്ട് തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രഷറിലാണ്. കാരണം നിങ്ങൾക്ക് പോകെ മനസ്സിലാവും. സോ ഇനിയുള്ള വീഡിയോസിലധികം എഡിറ്റിങ്ങും ഇതൊന്നും ഉണ്ടായിരിക്കില്ല. ഞാൻ എൻ്റെ കുറച്ച് വളരെ വെരി ഫ്യൂ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്താണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ നേരെ ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് പോവാണ് കേട്ടോ. കേബിൾ കയറി ഞാൻ സ്വപ്നം കണ്ടറാ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് എൻ്റർ ആവുകയാണ് കേട്ടോ. എൻ്റർ ആവുന്നൊരു ഫസ്റ്റുള്ളൊരു ഏരിയ ആണ്. ഇവിടെ നമ്മൾ എൻ്റർ ആകുമ്പോൾ തന്നെ ഇവിടെ കുറേ മോണുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ കുറച്ച് തന്നെ റോം അറൗണ്ട് ചെയ്തിട്ട് ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് എൻ്ററായി. അപ്പോൾ കൂടുതലും ഇവിടെ കണ്ടത് ഗോൾഡൻ ബ്രിഡ്ജിനെ പ്രതിനിധീകരിക്കുന്ന വസ്തുക്കളാണ് കേട്ടോ. അതിൻ്റെ തന്നെ ചെറിയ മോണുമെൻറ്റ്സ്. അപ്പോൾ ഞാനിവിടെ നിന്ന് ചെറിയൊരു ടീഷർട്ട് വാങ്ങിച്ചിരുന്നു കേട്ടോ മകൾക്ക്. ബിജോ പറയുന്നത് അവിടുത്തെ മ്യൂസിക്കാണ് കേട്ടോ. അത് ഫുൾ ടൈം ഇങ്ങനെ പ്ലേ ചെയ്തോണ്ടിരിക്കും. ഇത് കൊള്ളാം. നമ്മുടെ ചെക്കൻ അവിവാഹിതനല്ല കേട്ടോ, വിവാഹിതനാണ്. ഒരു ഉണ്ണിയുണ്ട് കേട്ടോ അവന്. 45 ഇതിനോട് ബാക്കിയുള്ളത് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ് കേട്ടോ. ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് സെയിം തീമിലുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്. നമ്മൾ സാധാരണ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ നോർമലി അങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങിക്കാറില്ല. പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഫ്രിഡ്ജ് മുട്ടിച്ച് വയ്ക്കണം. എന്നാലാണ് നമുക്ക് പിന്നീട് യാത്രകൾ പോകാനുള്ളൊരു ആവേശം ഉണ്ടായിരിക്കുമല്ലോ. ആ ഫ്രിഡ്ജ് നമ്മൾ തുറക്കുമ്പോൾ ടൈമിൽ ഒക്കെ. ഷോപ്പിംഗ് ഏരിയയിൽ ഫുള്ള് ഫുഡ് ഐറ്റംസും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് കണ്ടുപോയുള്ളൂ. കാരണം ഇത് അത്ര ടോപ്പിലെ കാരണം നമ്മൾ ഉയരം കൂടുന്നതോറും പൈസ കൂടുന്നതുകൊണ്ട് ഈ സാധനങ്ങൾക്കും അത്ര തന്നെ പൈസയും കൂടുതലുണ്ട് കേട്ടോ. ആ സമയത്ത് അവിടെ ഇന്ത്യക്കാരൊക്കെ പൊതുവെ കുറവാണ് കണ്ടിരുന്നത്. പിന്നെയും വിദേശികളുണ്ടായിരുന്നു അവിടെ. പിന്നെ കൂടുതലും ചൈനീസ് ജാപ്പനീസ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ വന്നിരുന്നത്. Hello. Hey, I've seen this one. This is a classic. പോടാ പട്ടി, ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖമൊന്നും മാറിയില്ല. ഇതിന് ഉണ്ണിക്ക് ഡ്രസ് എടുക്കാണ് കേട്ടോ. എത്ര രൂപ ഇതിന്? 150. ഇത് നല്ല പ്രൈസാ. അപ്പോൾ നമ്മൾ ഗോൾഡൻ ബ്രിഡ്ജ് എൻ്റർ ആയിട്ടോ. ഇതാണ് ഗോൾഡൻ ബ്രിഡ്ജ്. നമ്മൾ വന്നപ്പോൾ തന്നെ ക്ലൈമറ്റ് ഈ ഒരു കാലാവസ്ഥയാണ്. സോ ഇറ്റ് ലുക്ക് ലൈക്ക് ഹെവൻ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോഗിൻ്റെ ഉള്ളിൽ നമ്മൾ അത്ര വലിയൊരു മാസ്റ്റർ പീസ് ഒരു ക്രിയേഷൻ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. എനിക്കറിയില്ല, ഈവനിങ് ചിലപ്പോൾ പല ടൈമിലും പല ഫീലായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. നമ്മൾ വന്നപ്പോൾ ആ ഒരു കൈ ആ മേഘത്തിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടിയിരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ നമ്മളത് വണ്ടടിക്കും. അത് അത്രയ്ക്ക് വലിയൊരു അത്ഭുത സൃഷ്ടിയാണ്. കാരണം ഇത്രയും ഒരു ഹൈറ്റിൽ അവർ അങ്ങനൊരു ക്രിയേഷൻ ഉണ്ടാക്കുന്ന പറയുന്നത് തന്നെ ഭയങ്കര ഒരു വലിയ കാര്യമാണ്. ഭയങ്കര
വലിയൊരു സ്ട്രക്ചറാണ് കേട്ടോ ഇത്. ഇത് മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്താൽ മതി. അത്ര ഹൈറ്റിൽ വന്നിട്ടാണ് അവർ ഈ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കാണില്ല. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ ആംബിയൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അത് കാരണം അധികം വോയിസ് നോട്ട്സ് ഒന്നും കിട്ടില്ല. പക്ഷെ അത് അവിടെ പോകുന്ന ആൾക്കാർക്കുള്ളൊരു ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി അവർ സെറ്റ് ചെയ്തിരിക്കുന്നൊരു പരിപാടിയാണ് ആ ഒരു സൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവിടെ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ആ കേബിൾ കാറിൽ ഫുള്ള് വീഡിയോ ഓണാക്കി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കില്ല. എൻ്റെ ഫോണിലത്തെ ചാർജ് ഫുള്ള് ഡെഡായി. അങ്ങനെ ഒന്നും എനിക്ക് കിട്ടിയില്ല ബാക്കിയുള്ള വിഷ്വൽസ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നിതിൻ വേർട്ടിക്കലി അന്ന് വ്ളോഗ് എടുത്തിരുന്നു. ആ വ്ളോഗിൻ്റെ വിഷ്വൽസാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് വെയിറ്റ് ചെയ്താണ് കേട്ടോ നമ്മുടെ കുറേ 1 year ആയി എത്തിയത്. ഇത് കുറച്ച് നാൾ മുന്നേ കിട്ടി. പക്ഷെ എന്നിട്ട് ഞാൻ കുറച്ച് മടി കാണിച്ച് പിന്നെ ഞാൻ ലാഗായി പോയത് വിഷ്വൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലൊരു കണ്ടിന്യൂവേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത വ്ളോഗ് ഞാൻ വേർട്ടിക്കലായിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വ്ളോഗിൽ. അപ്പോൾ മൊബൈലാണ് യൂസേഴ്സിന് അത് കുറച്ചും കൂടെ ഒരു റെസൊല്യൂഷൻ ഈസിനെസ് ഉണ്ടായിരിക്കും. മഴ പെയ്തപ്പോൾ എല്ലാവരും പെട്ടെന്ന് അവിടുന്ന് വൈപ്പ് ഔട്ടായിട്ടോ. ഒരാൾ പോലും അവിടെ നിന്നില്ല. പിന്നീട് പക്ഷെ നമുക്ക് അവിടെ നിന്നപ്പോൾ കുറച്ച് അടിപൊളി സ്റ്റണ്ണിങ് ആയിട്ടുള്ള വിഷ്വൽസ് കിട്ടി. പിന്നെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും നമ്മളെ കിട്ടില്ല, ബാക്കിയുള്ളവരെ കിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ വീഡിയോയിൽ എന്നെ കുറേ കാണാം കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഓടുകയാണ് കേട്ടോ മഴ കാരണം. പലരിലും കുട ഉണ്ടായിരുന്നില്ല, നമ്മുടെ കയ്യിലും കുട ഉണ്ടായിരുന്നില്ല. കാരണം അതൊരു അഡീഷണൽ സംഭവമായിരിക്കും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ത്രൂ ഔട്ട് ഇതുപോലത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് വരുമ്പോൾ അത് കാരണം നമ്മളാരും കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കണ്ട വിഷ്വൽസാണ് കേട്ടോ. അതൊരു മഴയത്തൊരു കപ്പിള് ഇങ്ങനെ കുടയും പിടിച്ച് പോകുന്നത്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ സിനിമാറ്റിക് സീൻസ് കാണുന്ന പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് പെട്ടെന്ന് അങ്ങനെ ഒരു ഇതിന് വരുമ്പോൾ. നമ്മളവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അവൻ്റെ ഫോണിൽ. അത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറീസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ പോസ്റ്റ് കാര്യങ്ങളൊക്കെ. കാരണം അധികം ആൾക്കാരില്ലാതെ നമുക്ക് അങ്ങനെ ഒരു സമയത്ത് അവിടുന്ന് ഫോട്ടോ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ലക്കാണ്. നമുക്ക് ആ ലക്കുണ്ടായി. വൈ ബിക്കോസ് അവിടെ നിന്ന് ആൾക്കാരെല്ലാവരും മഴ കാരണം ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്നുണ്ടപ്പോൾ വേറെയും കുറേ വിദേശികളൊക്കെ അതുപോലെ തന്നെ ഫോട്ടോ എടുത്തവിടെ നമുക്ക് ആൾക്കാരെ കാണാത്ത രീതിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫോട്ടോസാണ് നമ്മളെടുത്തത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹോളിഡേയിൽ നമ്മളവിടെ പോയിട്ട് എടുക്കുന്ന പോലെ നമ്മളും ആ മോണുമെൻറ്റും പോലെ നമുക്ക് കുറച്ച് അടിപൊളി വിഷ്വൽസ് കിട്ടി. ശല്യങ്ങള് കിട്ടുന്ന ഒരാളില്ലടാ. ഇടുവാ ആ കിട്ടി കൊറേ കിട്ടി. അപ്പോൾ അത്രത്തോളം കാണുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാനും ഈ ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ ഈ ഒരു ഫോട്ടോ മാത്രമാണ് ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫർദറായിട്ടൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോസൊന്നും. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് കൂടുതലും കാണാനുണ്ടായിരുന്നത്. ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ഒരു മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു ഹാരി പോട്ടർ ലെവലിൽ ഒരു വില്ലേജിലേക്കൊക്കെ അടുത്തത് ഞങ്ങൾ പോയിട്ടോ. അതിൻ്റെ ഒരു ലോങ് ഷോട്ടാണ് ഇത് കാണുന്നത്. അപ്പോഴെപ്പോഴും ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ മിസ്റ്റ് അവരിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. ഇവിടെ നമ്മൾ ആ കാസിൽ വില്ലേജിൽ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു ഫ്രീ ബിയറിൻ്റെ ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മാറ്റി അവിടെ ഒരു ബ്രൂവറി ഉണ്ട്. അപ്പോൾ ബ്രൂവറിയിൽ നിന്ന് നമ്മൾ ബിയർ കഴിക്കാമെന്നാണ് നമ്മളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ പോയപ്പോഴാണ് നമ്മളതൊരു മറ്റൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ അത്രയും അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ലോ ആക്കാൻ പറ്റിയത് അങ്ങനെ എല്ലാവരും സ്ലോ ആവില്ലേ? അതെന്നറിയോ, അവിടെ ചെന്നിട്ട് ആ വീരം കണ്ട് മാറുന്നുണ്ടെന്നു. ഇപ്പൊ എടാ നമ്മളോട് കേറുമ്പോ കുറച്ച് സ്ലോ ആയില്ലേ?
അതൊക്കെ ആൾക്കാർ അതാണ് ആ കേബിളില്ലേ, ആ കേബിൾ ഇങ്ങനെ ഇരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോ വേറെ എന്തോ സുനിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. ആൽപൈൻ കോസ്റ്ററുണ്ട്. ഇത് ആര് വൈഫർ അടിച്ചോ? അവിടെ നമ്മൾ താഴോട്ട് പോയിട്ട് വന്നാൽ ഇതേപോലെ നമുക്ക് റിട്ടേൺ പോവാം. ഇത് നേരെ താഴോട്ടാ പോകുന്നത് എനിക്ക് തോന്നുന്നത്. അല്ലെന്ന് അവിടെ തന്നെ കയറുന്നത്. റോൾ കോസ്റ്റർ ആൾക്കാർ പോകുന്നതാണ്. സോ ഇവിടെ നമ്മൾ പിന്നെയും ഒരു ഹൈറ്റിലേക്ക് പോയി അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് കൈൻഡ് ഓഫ് വില്ലേജ്, ഒരു കാസിൽ ടൈപ്പ് വില്ലേജിലേക്കാണ് നമ്മൾ എത്തിയത്. അവിടെ നിന്നുള്ള വിഷ്വൽസൊക്കെ ഭയങ്കര സ്റ്റണ്ണിങ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത പോലെ ഒരു ഇംഗ്ലീഷ് ടൈപ്പ് വില്ലേജസും അവിടുത്തെ ഒരു കൾച്ചറൊക്കെ നമുക്ക് അവിടെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവിടെ അത്രയും ആക്യുറേറ്റ് ആണ് അവർ ആ വില്ലേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ. Walk out the house with my swagger, hop in that whip, yo, I got places to go. People to see, time is precious. I look at my Cartier out of control.